Welcome back all of you. Taimon ആണ്. ഇത് കോളിനർജിക് വീഡിയോ സീരീസിലെ 5ാമത്തെ വീഡിയോ ആണ്. നമ്മൾ 4 വീഡിയോ ഓൾറെഡി കഴിഞ്ഞു. ഇതിൽ നമ്മൾ സംസാരിക്കുന്നത് ആന്റികോളിൻ എസ്റ്ററേസിനെ കുറിച്ചാണ്. ആന്റികോളിൻ എസ്റ്ററേസസ്. സോ കോളിനർജിക് ഡ്രഗ്സ് നമ്മൾ ഓൾറെഡി ക്ലാസിഫൈ ചെയ്തു. കോളിനർജിക് ഡ്രഗ്സിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തത് ഡയറക്ട്ലി ആക്ടിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ വിച്ച് ആക്ട്സ് ഓൺ റിസപ്റ്റേഴ്സിൽ ആക്ട് ചെയ്യുന്ന ഡ്രഗുകളായിരുന്നു. രണ്ടാമത്തത് ഇൻഡയറക്ട്ലി ആക്ടിങ്, റിസപ്റ്ററിൽ ആക്ട് ചെയ്യുന്നില്ല, മറ്റു രീതിയിൽ ആസറ്റൈൽ കോളിൻ്റെ ലെവൽ ഉയർത്തുന്ന മരുന്നുകൾ. സോ ഈ ഭാഗത്തിലാണ് നമ്മൾ ഈ ആന്റികോളിൻ എസ്റ്ററേസിനെ നമ്മളിവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. സോ ഇവിടെയുള്ള എല്ലാ മരുന്നുകളും നമ്മൾ കണ്ടു കഴിഞ്ഞു. പല വിധത്തിലുള്ള എസ്റ്റേഴ്സ് ഓഫ് കോളീൻ കണ്ടു, നാച്ചുറൽ ആൽക്കലോയിഡ്സ് കണ്ടു. ഓക്കെ, അതെല്ലാം നമ്മൾ കണ്ടു. ഇനി നമുക്ക് ആന്റികോളിൻ എസ്റ്ററേസസിലേക്ക് വരാം. സോ ആന്റികോളിൻ എസ്റ്ററേസിന് വേറൊരു പേര് കൂടിയുണ്ട്, കോളിൻ എസ്റ്ററേസ് ഇൻഹിബിറ്റേഴ്സ്. ഓക്കെ, സോ ഈ പേരായിരിക്കും കുറച്ചും കൂടി എളുപ്പത്തിൽ കൃത്യമായ ഐഡിയ കൺവേ ചെയ്യുന്ന ഒരു പേര്. ബിക്കോസ് ആന്റികോളിനെസ്റ്ററേസസ് ആദ്യമായിട്ടൊക്കെ പഠിക്കുന്ന ആൾക്കാർക്ക് ആന്റികോളിനെസ്റ്ററേസും ആന്റികോളിനർജിക്കും തമ്മിൽ കുറേ നാളത്തേക്ക് ഒരു കൺഫ്യൂഷൻ വരും. ഓക്കെ, ആന്റികോളിനർജിക്. സോ ലെറ്റ്സ് യൂസ് ദിസ് കോളിനെസ്റ്ററേസ് ഇൻഹിബിറ്റേഴ്സ്. സോ ഇതൊക്കെ പറഞ്ഞതിന് മുമ്പ് നമുക്ക് എന്താണ് കോളിനെസ്റ്ററേസ് എന്ന് അറിയണം. ആദ്യം എന്താണ് ഈ കോളിനെസ്റ്ററേസ്? വാട്ട് ഈസ് കോളിനെസ്റ്ററേസ്? വാട്ട് ഇസ് ദ ഫങ്ഷൻ ഓഫ് കോളിനെസ്റ്ററേസ്? സോ കോളിനെസ്റ്ററേസ് ഇറ്റ്സ് ആൻ എൻസൈം ആണ്. ഓക്കെ, എസ്റ്ററേസ്. സോ എസ്റ്ററുകളെ ഹൈഡ്രോളൈസ് ചെയ്യുന്ന ഒരു എൻസൈമാണ് എസ്റ്ററേസ്. റേസ് മീൻസ് സ്പ്ലിറ്റിംഗ് ഓഫ്. സോ എന്താണ് കോളിനെസ്റ്ററേസ് ചെയ്യുന്നത്? കോളിനെസ്റ്ററേസ് ചെയ്യുന്നത് ആസറ്റൈൽ കോളിൻ എന്ന് പറയുന്ന എസ്റ്ററിനെ ആസറ്റേറ്റും കോളിനും ആക്കി മാറ്റുകയാണ്. സോ ഇവിടെയാണ് ഈ കോളിനെസ്റ്ററേസ് എൻസൈം ആക്ട്. ഓക്കെ, കോളിൻ എസ്റ്ററേസ് ആക്ട് ചെയ്യുന്ന ഇവിടെയാണ്. എന്തിനു വേണ്ടിയാണ് ഇത് കോളിനെസ്റ്ററേസ് ഉള്ളത്? നമ്മൾ ആസറ്റൈൽ കോളിൻ ഇവിടെ നിന്ന് വിടുന്നു, ആസറ്റൈൽ കോളിൻ ഇവിടെ ആക്ട് ചെയ്യുന്നു. സോ വിത്തിൻ എ ഫ്രാക്ഷൻ ഓഫ് മില്ലി സെക്കൻഡ് ഈ ആസറ്റൈൽ കോളിൻ വിൽ ബി ഡീഗ്രേഡഡ്. ഓക്കെ, ഇൻ ദ സിനാപ്സിൽ വെച്ച് അത് ഉടൻ തന്നെ ഡീഗ്രേഡ് ചെയ്യും. സോ ആക്ഷൻസ് ഓഫ് ദ ആസറ്റൈൽ കോളിൻ വിൽ ബി ടെർമിനേറ്റഡ് ക്വിക്ലി ബിക്കോസ് ഓഫ് ദിസ് ആക്ഷൻ ഓഫ് കോളിൻ എസ്റ്ററേസസ്. സോ ദീസ് ആർ ദ ആക്ഷൻ ഓഫ് ദിസ് എൻസൈം. സോ ദീസ് കോളിനെസ്റ്ററേസസ് ആർ ഓഫ് 2 types. 2 ടൈപ്പ് ഉണ്ട് കോളിനെസ്റ്ററേസസ്, 2 types. ഒന്ന് ഇവിടെ ഉള്ളത്, ദാറ്റ് ഈസ് വിച്ച് ഈസ് പ്രസന്റ് ഓൺ ദ നെർവ് എൻഡിങ്സ്. നെർവ് എൻഡിങ്സ് പറയുമ്പോൾ നമ്മൾ പഠിച്ച നെർവ് എൻഡിങ്സ് എല്ലാം ഓർക്ക്. ആസറ്റൈൽ കോളിൻ എവിടെ എല്ലാം ഉണ്ടോ അവിടെയുള്ള നെർവ് എൻഡിങ്സ്. ആസറ്റൈൽ കോളിൻ റിലീസ് ചെയ്യുന്ന എല്ലാ നെർവ് എൻഡിങ്സിലും കോളിനെസ്റ്ററേസസ് ഉണ്ടായിരിക്കും. സോ അതിനെ നമ്മൾ കോളിൻ എസ്റ്ററേസസ് എന്ന് തന്നെയാണ് വിളിക്കുക. രണ്ടാമത്തത് ഇറ്റ് ഈസ് പ്രസന്റ് ഇൻ ദ ബ്ലഡിനകത്തുണ്ട്, ബ്ലഡ് പ്ലാസ്മയിലുണ്ട്, പിന്നെ ലിവർ പോലെയുള്ള ശരീരത്തിലെ മറ്റു ഓർഗനകത്തും ഉണ്ട്. സോ ഇവയെ നമ്മൾ സ്യൂഡോ കോളിനെസ്റ്ററേസ് എന്നാണ് വിളിക്കുക. സ്യൂഡോ കോളിനെസ്റ്ററേസസ്. ഓർ വേറൊരു പേര് കൂടിയുണ്ട്, ബ്യൂട്ടറൈൽ കോളിനെസ്റ്ററേസസ്. സോ ഇങ്ങനെ 2 പേരുകളുണ്ട്. സോ സാധാരണ എപ്പോഴും ഉപയോഗിക്കുന്നത് സ്യൂഡോ കോളിനെസ്റ്ററേസ് എന്നാണ്. സോ ഇതെന്തിനു വേണ്ടിയിട്ടാണ്? ശരീരത്തിൽ എപ്പോഴെങ്കിലും ആസറ്റൈൽ കോളിൻ പോലെയുള്ള എന്തെങ്കിലും ഒരു വസ്തു കടന്നുകൂടിയാൽ, ബ്ലഡിലെത്തിയാൽ, മറ്റു ഓർഗനിലെത്തിയാൽ ഉടനെ നശിപ്പിച്ച് കളയാൻ വേണ്ടിയിട്ടാണ് ബ്ലഡിലുള്ള സ്യൂഡോ കോളിനെസ്റ്ററേസസ്. സോ കോളിനെസ്റ്ററേസസ് ആർ ഓഫ് 2 types. That is one which is present in the nerve endingsiലുള്ളതുണ്ട്, ബ്ലഡിലുള്ളതുണ്ട്. So what we are talking about is the one which is present in the nerve endingsiലുള്ള കോളിനെസ്റ്ററേസസിനെ തടയുന്ന മരുന്നുകളെ പറ്റിയാണ് നമ്മളിവിടെ ആന്റികോളിനെസ്റ്ററേസസ് ഡ്രഗ്സ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഈ കോളിനെസ്റ്ററേസിനെ തടഞ്ഞാൽ എന്താണ് നമുക്ക് അഡ്വാൻറ്റേജ്? സോ വാട്ട്സ് അഡ്വാൻറ്റേജ് ഓഫ് ബ്ലോക്കിംഗ് കോളിനെസ്റ്ററേസസ്? ഇതിനെ തടഞ്ഞിട്ട് എന്ത് ഗുണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വി ക്യാൻ ഇൻക്രീസ് ദ സർവൈവൽ ഓഫ് ആസറ്റൈൽ കോളിൻ. ആസറ്റൈൽ കോളിൻ്റെ സർവൈവൽ കൂടുമ്പോൾ ആസറ്റൈൽ കോളിൻ്റെ കോൺസെൻട്രേഷൻ കൂടും ഇവിടെ. ഓക്കെ, നെർവ് എൻഡിങ്സിൽ ആസറ്റൈൽ കോളിൻ്റെ കോൺസെൻട്രേഷൻ ഫോർ ലോങ്ങർ പീരീഡ്സ് നമുക്ക് കൂടുതലായിട്ട് ലഭിക്കും. സോ ശരീരത്തിൽ തന്നെയുള്ള എൻഡോജീനിയസ് ആസറ്റൈൽ കോളിൻ ഇവിടെ കൂടുതൽ നേരം പ്രവർത്തിക്കും. സോ ആസറ്റൈൽ കോളിൻ വിൽ ആക്ട് ആസ് എ ന്യൂറോ ട്രാൻസ്മിറ്റർ ഫോർ എ കൺസിഡറബിൾ ലോങ്ങർ പീരീഡ് ദാൻ നോർമൽ. എപ്പോഴെങ്കിലും എവിടെയെങ്കിലും നമുക്ക് അത്തരം ആവശ്യങ്ങളുണ്ടെങ്കിൽ, ആസറ്റൈൽ കോളിൻ കൂടുതലായിട്ട് ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ, ആസറ്റൈൽ കോളിൻ്റെ പ്രവർത്തനം ദീർഘനേരം ലഭിക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഉള്ള പ്രവർത്തനം കുറവാണെങ്കിൽ അത് കൂടുതലായിട്ട് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കോളിൻ എസ്റ്ററേസ് ഇൻഹിബിറ്റേഴ്സ് ഓർ ആന്റികോളിനെസ്റ്ററേസസ് ഡ്രഗുകൾ ഉപയോഗിക്കാൻ പറ്റും. ഇനി എങ്ങനെയാണ് ഈ മരുന്നുകൾ കോളിനെസ്റ്ററേസസിനെ തടയുന്നത്? ഹൗ, വാട്ട്സ് ദാറ്റ് മെക്കാനിസം? അത് നമ്മൾ ഓർഗാനോഫോസ്ഫറസ് കോമ്പൗണ്ട് പോയിസണിങ് പഠിക്കുമ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് അതിനകത്ത് പഠിക്കാം. ഇതിനകത്ത് നമ്മൾ അക്കാര്യം ഡിസ്ക്രൈബ് ചെയ്യുന്നില്ല.
ഇനി നമുക്ക് ആൻറ്റികോളിനെസ്ട്രേസസിനെ ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, നമ്മൾ ഓൾറെഡി ക്ലാസിഫൈ ചെയ്തത് കഴിഞ്ഞതാണ്. രണ്ടാക്കി തിരിക്കാം. ഒന്ന് റിവേഴ്സിബിൾ ഇൻഹിബിറ്റേഴ്സ്, രണ്ടാമത്തത് ഇറിവേഴ്സിബിൾ ഇൻഹിബിറ്റേഴ്സ്. റിവേഴ്സിബിൾ ഇൻഹിബിറ്റേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവ എൻസൈമിനെ തടയും, കുറച്ച് കഴിയുമ്പോഴത്തേക്കും വിട്ടുകളയും. എൻസൈംസ് അതിൽ നിന്ന് വീണ്ടും രക്ഷപ്പെടും. സോ റിവേഴ്സിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചുവരവ് സാധ്യമാണ് എൻസൈംസിന്. ഇറിവേഴ്സിബിൾ അങ്ങനെയല്ല, ഒരിക്കൽ പിടിച്ചാൽ പിന്നെ പിടി വിടുന്നില്ല. ആ എൻസൈമിന്റെ കാലഘട്ടം അത് മൊത്തം നശിച്ച് പുതിയ എൻസൈംസ് രൂപപ്പെട്ടു വരണം. സോ ഇത് അപകടകരമാണ്. സോ ഇതിൽ റിവേഴ്സിബിൾ ഇൻഹിബിറ്റേഴ്സ് ആണ് നമ്മൾ മരുന്നായിട്ട് ഉപയോഗിക്കുന്നത്. സോ ആസ് ഡ്രഗ്സ് വി യൂസ് ഓൺലി റിവേഴ്സിബിൾ ഇൻഹിബിറ്റേഴ്സ്. ഇവ നമ്മൾ മരുന്നായിട്ട് അപൂർവമായിട്ട് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. കാരണം കുറച്ച് കഴിയുമ്പോഴത്തേക്കും എൻസൈംസ് പഴയതുപോലെ പ്രവർത്തനക്ഷമമാകും. ഇറിവേഴ്സിബിൾ ഒട്ടിച്ചേർന്നാൽ പിന്നീട് പുതിയ എൻസൈംസ് ഉണ്ടാകുന്നത് വരെ കാത്തിരിക്കേണ്ടി വരുന്ന അത് അപകടകരമാണ്. സോ ഇത് ഇറിവേഴ്സിബിൾ ഇൻഹിബിറ്റേഴ്സ് എല്ലാം തന്നെ ടോക്സിൻസ് ആണ്. ടോക്സിൻസ് ഓർ വിഷപദാർത്ഥങ്ങളാണ്. അപ്പോൾ നമ്മളിവിടെ എന്തിനാണ് ഉപയോഗിക്കുക? മരുന്നായിട്ടല്ല ഉപയോഗിക്കുക. മിക്കവാറും നമ്മൾ വിഷമായിട്ട് പ്രാണികളെ കൊല്ലാൻ, ഇപ്പോൾ കൃഷിയിടങ്ങളിൽ നമ്മൾ ഉപയോഗിക്കാം. നെർവ് ഗ്യാസുകളൊക്കെ ആയിട്ട് നമ്മൾ ഉപയോഗിക്കും. യുദ്ധഭൂമിയിൽ ഉപയോഗിക്കാം. ചിലത് അപൂർവമായിട്ട് പെയിനിനെ കൊല്ലാൻ ഒക്കെ ഉപയോഗിച്ചേക്കാം. ഓക്കെ, പക്ഷെ ഒരു മരുന്ന് ദാറ്റ് ഈസ് എക്കോതയോഫേറ്റ് എന്ന് പറയുന്ന മരുന്ന്, എക്കോതയോഫേറ്റ്, അത് ഈ വിഭാഗത്തിൽ വരുന്നതാണ്. ഇത് നമ്മൾ മരുന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. സോ മരുന്നായിട്ട് ഉപയോഗിക്കുന്നതിൽ ഇറിവേഴ്സിബിൾ ആകെ നമ്മൾ പറയേണ്ട ഒറ്റ മരുന്നേ ഉള്ളൂ, എക്കോതയോഫേറ്റ്. ബാക്കിയുള്ള നമ്മൾ അടുത്ത ക്ലാസ്സിൽ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതെല്ലാം തന്നെ മരുന്നായിട്ട് ഉപയോഗിക്കുന്നതല്ല, വിഷപദാർത്ഥങ്ങളായിട്ട് ഉപയോഗിക്കുന്ന മരുന്ന്. സോ ഇനി റിവേഴ്സിബിളിൽ രണ്ട് തരം ഉണ്ടെന്ന് വീണ്ടും പറഞ്ഞു. അത് കാർബമേറ്റ് സ്ട്രക്ചർ ഉള്ളതുണ്ട്, നോൺ കാർബമേറ്റ് ഉള്ളത്. കാർബമേറ്റ് പ്രധാനം ഫൈസോസ്റ്റിഗ്മിൻ ഉണ്ട്, നിയോസ്റ്റിഗ്മിൻ ഉണ്ട്, പൈറിഡോസ്റ്റിഗ്മിൻ ഓർ പിരിഡോസ്റ്റിഗ്മിൻ ഉണ്ട്, റിവാസ്റ്റിഗ്മിൻ ഉണ്ട്. ഓക്കെ, നോൺ കാർബമേറ്റ്സ് പ്രധാനം ഡോണപ്പിസിൽ, എഡ്രോഫോണിയം, ഗാലന്റമിൻ. ടാക്രിൻ ഇപ്പോൾ അവൈലബിൾ അല്ലാന്ന് തോന്നുന്നു, നിർത്തിയിട്ടുണ്ട്, നിരോധിച്ചിട്ടുണ്ട്. സോ എങ്കിലും ടാക്രിൻ, ഈ 4 മരുന്നുകളാണ് നോൺ കാർബമേറ്റ്. നമ്മൾ ഈ വീഡിയോയിൽ ഇനി കാർബമേറ്റ്സും നോൺ കാർബമേറ്റ്സും മാത്രമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, കാർബമേറ്റ്സ് ആൻഡ് നോൺ കാർബമേറ്റ്. നമുക്ക് ഈ കാർബമേറ്റ്സും നോൺ കാർബമേറ്റ്സിനെയും എല്ലാത്തിനെയും നമുക്കിനി വേറെ രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ടെർഷ്യറി അമീൻസ്, രണ്ടാമത്തത് ക്വാട്ടർണറി അമീൻസ്. സോ ടെർഷ്യറി അമീൻസ് ക്ലാസിക് എക്സാമ്പിൾ ഈസ് ഫൈസോസ്റ്റിഗ്മിൻ ആണ്. ക്വാട്ടർണറി അമീൻസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എക്സാമ്പിൾസ് ആർ നിയോസ്റ്റിഗ്മിൻ ആൻഡ് പൈറിഡോസ്റ്റിഗ്മിൻ. എന്താണ് ടെർഷ്യറി അമീൻ? ടെർഷ്യറി അമീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അമോണിയ ഗ്രൂപ്പ് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഇറ്റ്സ് എ ടെർഷ്യറി അമീൻ. വൈൽ ക്വാട്ടർണറി അമീൻസ് മീൻസ് ഇങ്ങനെ ആയിരിക്കും, NH4 ഒരു പ്ലസ് ഉണ്ടായിരിക്കും. ഓക്കെ, പോസിറ്റീവ്. സോ ക്വാട്ടർണറി അമീൻസ് ആർ ചാർജ്ഡ് കോമ്പൗണ്ട്സ്, കാറ്റയോണിക് കോമ്പൗണ്ട്സ്. സോ ചാർജ് കോമ്പൗണ്ട്സ് ആർ പോളാർ കോമ്പൗണ്ട്സ് അല്ലേ, അത് പോളാർ കോമ്പൗണ്ട്സ് ആണ്. സോ ദേ വിൽ ബി വാട്ടർ സോലുബിൾ. ഓക്കെ, വാട്ടർ സോലുബിൾ. വൈൽ ദിസ് ടെർഷ്യറി അമീൻസ്, സോ ദേ ആർ അൺചാർജ്ഡ് ആയതുകൊണ്ട് തന്നെ നോൺ അയോണിക് ആണ്. നോൺ അയോണിക്സ് ആർ lipid soluble drugs. So this is the classic difference between these drugs. So tertiary amines are uncharged, non-ionic and lipid soluble, while these quaternary amines has a charged molecule and it is polar and water soluble. So what's the advantage of being a uncharged compound? So നമ്മുടെ സെൽ മെംബ്രെയിൻ നമ്മൾ എങ്ങനെ പഠിച്ചിട്ടില്ല? സെൽ മെംബ്രെയിൻ ഇസ് എ ലിപ്പിഡ് ബൈലെയർ എന്നാണ് പഠിക്കുക. ഓക്കെ, ലിപ്പിഡ് ബൈലെയർ ആണ് സെൽ മെംബ്രെയിൻ. സോ ദേ ആർ made of lipids അല്ലേ. Lipids means only lipid soluble drugs can cross the cell membrane. Only lipid soluble. If the drug is lipid soluble, it can cross the cell membrane and reaches inside the cells. So these lipid soluble drugs have good oral absorption. So these drugs can be given orally, and because they are greatly absorbed, they have great bioavailability, more bioavailability. Okay, ഇക്കാര്യത്തിൽ tertiary amines കൂടുതലായിരിക്കും. So they can be given orally and they will have more bioavailability. ഇവിടെയാണെങ്കിലോ they have poor absorption കുറവാണ്, hence their bioavailability is also less. So poor absorption, poor bioavailability. അപ്പോൾ ഇത് ഓറലായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. These drugs ഓറലായിട്ട് കൊടുക്കാം, പക്ഷേ their bioavailability is less and they have poor absorption. Okay, so these are good as oral. രണ്ടാമത്തെ ഒരു പ്രശ്നം എന്താണ്?
only lipid soluble drugs can cross the blood brain barrier. So ബ്രെയിനകത്ത് കാപ്പിലറീസിന് ചുറ്റും ഒരു ബാരിയർ ഉണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. That cells, neuroglial cells make a barrier so that nothing will move into the brain. ബ്രെയിനിലേക്ക് ഒന്നും കടത്തിവിടത്തില്ല. Only lipid soluble compounds can reach the brain. So that's the advantage. Tertiary amines can cross the blood-brain barrier and they can have central nervous system effects. So here not cross blood-brain barrier. So no CNS effects. Only peripheral effects. Peripheral effects മാത്രമേ ഉള്ളൂ ഈ ഡ്രഗുകൾക്ക്, ക്വാട്ടർണറി അമീൻ കോമ്പൗണ്ട്സ്. മൂന്നാമത്തത് ദിസ് ക്യാൻ പെനിട്രേറ്റ് ദ കോർണിയ. കോർണിയ കണ്ണിൽ തുള്ളിമരുന്നായിട്ട് ഒഴിക്കുന്ന കാര്യമാണ് നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഏതായിരുന്നു? കോളിനർജിക് ഡ്രഗ്സുകൾ. സോ ഈ മരുന്നും അങ്ങനെ ഉപയോഗിക്കാം. ദീസ് ആർ ഓൾസോ കോളിനർജിക് ഡ്രഗ്സ് ആണല്ലോ. സോ ഇഫ് യു ഗിവ് ആസ് ടോപ്പിക്കലി ദീസ് ഡ്രഗ്സ് can penetrate the cornea, so we can use as eye drops. Eye drops ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. But these drugs will not cross cornea. Corneal penetration കുറവാണ്, അതുകൊണ്ട് we cannot use this as eye drops. സോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ട് നമുക്ക് അടുത്ത ഓരോ മരുന്നുകളിലേക്കും ഫസ്റ്റ് വി വിൽ സീ വാട്ട് ഈസ് ഫൈസോസ്റ്റിഗ്മിൻ, ദെൻ വി വിൽ ഗോ ടു നിയോസ്റ്റിഗ്മിൻ, പിരിഡോസ്റ്റിഗ്മിൻ, അങ്ങനെയുള്ള ഡ്രഗുകളിലേക്ക് പോകാം. സോ ഫസ്റ്റ് ഡ്രഗ് ടു സീ ഈസ് ഫൈസോസ്റ്റിഗ്മിൻ. ഫൈസോസ്റ്റിഗ്മിൻ സോ ഇറ്റ്സ് എ ടെർഷറി അമീൻ ആണെന്ന് പറഞ്ഞു, റിവേഴ്സിബിൾ കാർബമേറ്റ് ആണെന്ന് പറഞ്ഞു, സോ ആന്റികോളിനെസ്റ്ററേസ് ഡ്രഗ് ആണെന്ന് പറഞ്ഞു. സെയിം ഞാൻ പറയാതെ തന്നെ നിങ്ങൾ എഴുതണം. Okay, ഇത്രയും കാര്യങ്ങളുണ്ട്. Okay, now what is this physostigmine? Physostigmine is an alkaloid which is obtained from the seeds of calabar beans. Calabar beans അല്ലെങ്കിൽ ഓർഡിയൽ ബീൻസ് എന്നും പറയാറുണ്ട്. ഓഫ് ചെടിയുടെ പേര് ഫൈസോസ്റ്റിഗ്മ വെനനോസം. ഓക്കെ, വെനനോസ്. സോ ഈ ചെടിയിൽ നിന്ന് കിട്ടുന്ന സീഡ്സിൽ നിന്ന് കിട്ടുന്ന കെമിക്കലാണ് ഫൈസോസ്റ്റിഗ്മിൻ എന്ന് പറയും. സോ വാട്ട്സ് ദ ഇമ്പോർട്ടൻറ്റ് യൂസ് ഓഫ് ഫൈസോസ്റ്റിഗ്മിൻ? ഫൈസോസ്റ്റിഗ്മിൻ ഏറ്റവും നമ്പർ 1 ആയിട്ട് ഉപയോഗിക്കുന്നത് ഗ്ലൂക്കോമയിലാണ്. ഗ്ലൂക്കോമ നമ്മൾ ഓൾറെഡി ഒരു ഡ്രഗ് കണ്ടു, പൈലോകാർപ്പിൻ നമ്മൾ ഗ്ലൂക്കോമയിൽ കൊടുക്കുന്നു എന്ന് പറഞ്ഞു. സെയിം യൂസ് തന്നെയാണ് ഇതിനും, ബിക്കോസ് ദിസ് ഓൾസോ എ കോളിനർജിക് ഡ്രഗ്. സോ ദിസ് ഈസ് യൂസ്ഡ് ഇൻ നാരോ ആംഗിൾ ഗ്ലൂക്കോമ. നാരോ ആംഗിൾ ഗ്ലൂക്കോമ ഉണ്ടാവുന്നതിന് കാരണം മിഡ്രിയാറ്റിക്സ് മൂലമാണെന്ന് പറഞ്ഞു. സോ ടു കൗണ്ടർ ദാറ്റ്, സോ വി വിൽ ഗെറ്റ് മയോട്ടിക് എഫക്റ്റ് ഉണ്ടാക്കും. സോ മയോട്ടിക് എഫക്റ്റ്, സോ വി ക്യാൻ യൂസ് ഇൻ നാരോ ആംഗിൾ ഗ്ലൂക്കോമ. ദെൻ ദിസ് ഡ്രഗ് can be used with pilocarpine. സാധാരണ രീതിയിൽ ഗ്ലൂക്കോമയ്ക്ക് ഫൈസോസ്റ്റിഗ്മിൻ 0.25%ഉം 2% പൈലോകാർപ്പിനും കൂടി ചേർത്തിട്ടുള്ള കോമ്പിനേഷൻ ഡ്രഗ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഓർ വി ക്യാൻ യൂസ് പൈലോകാർപ്പിൻ 4% അങ്ങനെ ഉപയോഗിക്കാം. ഇത് സെപ്പറേറ്റ് ആയിട്ടും വേണമെങ്കിൽ ഉപയോഗിക്കാം, പക്ഷേ വി ക്യാൻ യൂസ് ദിസ്. ദെൻ പിന്നെ ഒരു ഡ്രഗ് കൂടി ആണെങ്കിൽ ഗ്ലൂക്കോമയിലുണ്ട്, അതും ഇതിൽ വരുന്നതാണ്. ദാറ്റ് ഈസ് എക്കോതയോഫേറ്റ്. Okay, ecothiophate. It's an irreversible organic phosphorus compound ആണ്. The only organophosphorus compound used clinically ecothiophate ആണെന്ന് പറഞ്ഞു. So that is also used for glaucoma. Now the second use of physostigmine is in poisoning. Various types of poisoning. Okay, poisoning. So എന്ത് മൂലമുള്ള പോയിസണിംഗ് ആണ്? For poisoning due to atropine. അട്രോപ്പിൻ നമുക്കിനി പഠിക്കാനുള്ളതാണ്. അട്രോപ്പിൻ ഈസ് ആൻ ആന്റികോളിനർജിക് ഡ്രഗ്. സോ ആന്റികോളിനർജിക് ഡ്രഗ് പോയിസണിംഗ് ഉണ്ടെങ്കിൽ നമുക്കൊരു കോളിനർജിക് ഡ്രഗ് അതിനെതിരായിട്ട് കൊടുക്കാം, അല്ലെ? ഇപ്പോൾ ഫൈസോസ്റ്റിഗ്മിൻ ഈസ് എ കോളിനർജിക് ഡ്രഗ്. നമ്മൾ കോളിനർജിക് ഡ്രഗിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സോ വി ക്യാൻ യൂസ് ദിസ് ഫൈസോസ്റ്റിഗ്മിൻ ഫോർ ദിസ് ആന്റികോളിനർജിക് ഡ്രഗ് പോയിസണിങ്. അട്രോപ്പിൻ. ഓക്കെ, അട്രോപ്പബെലഡോണ, ഹയോസിൻ, അങ്ങനെയൊക്കെയുള്ള ചെടിയിൽ നിന്നുണ്ട്. ഉമ്മത്തിൻകായാണെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, ദെൻ വി ക്യാൻ യൂസ് ഇൻ സെവറൽ അതർ കൈൻഡ് ഓഫ് പോയിസണിങ് ഓൾസോ. പല മരുന്നുകളുടെയും പോയിസണിങ്ങിന് ഉപയോഗിക്കാം. സോ പല മരുന്നുകൾക്കും ഒരു സൈഡ് എഫക്റ്റ് ഉണ്ട്. ആന്റികോളിനർജിക് സൈഡ് എഫക്ട്സ് എന്നാണ് അതിന് പറയുക. ആന്റികോളിനർജിക് സൈഡ് എഫക്റ്റ് പല മരുന്നുകൾക്കും ഉണ്ടാവും. ബ്ലറിംഗ് ഓഫ് വിഷൻ, യൂറിനറി റെസിസ്റ്റൻസി, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെയാണ്. ഓക്കെ, സോ ആ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന മരുന്നുകൾ ഏതെല്ലാം നോക്കാം. വൺ ഈസ് ട്രൈസൈക്ലിക് ആന്റിഡിപ്രസൻസ്. ആന്റിഡിപ്രസൻസിന് ഉപയോഗിക്കുന്ന ട്രൈസൈക്ലിക് ആന്റിഡിപ്രസൻസ്, ഉദാഹരണത്തിന് ഡോക്സപ്പിൻ, ഇപ്രമിൻ, ക്ലോമിപ്രമിൻ പോലെയുള്ള മരുന്നുകൾ. ഓക്കെ, സോ വി ക്യാൻ യൂസ് ദിസ് ഇൻ ട്രൈസൈക്ലിക് ആന്റിഡിപ്രസന്റ് പോയിസണിങ്ങിന് ഉപയോഗിക്കാം. മറ്റൊരു വിഭാഗം ഡ്രഗുകൾ ആന്റികോളിനർജിക് സൈഡ് എഫക്റ്റ് ഉള്ള മരുന്നുകളാണ് ആന്റിസൈക്കോട്ടിക്സ്. ഓക്കെ, ആന്റിസൈക്കോട്ടിക് ഡ്രഗ്സ്. ആന്റിസൈക്കോട്ടിക് ഡ്രഗ്സ് ലൈക്ക് ഹാലോപെരിഡോൾ അല്ലെങ്കിൽ ക്ലോർപ്രൊമാസിൻ, ഓക്കെ, അല്ലെങ്കിൽ റെസ്പെരിഡോൺ, അങ്ങനെയൊക്കെയുള്ള പല മരുന്നുകളുണ്ട്. ഇങ്ങനെയുള്ള മരുന്നുകൾക്കും ദേ ഹാവ് ആന്റികോളിനർജിക് സൈഡ് എഫക്ട്. സോ
ഇങ്ങനെയുള്ള മരുന്നുകൾ അമിതമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ആ പോയിസണിങ്ങിന് നമുക്കിത് ഉപയോഗിക്കാം. ദെൻ ചില ആൻറ്റിഹിസ്റ്റമിൻസ്, ഫസ്റ്റ് ജനറേഷൻ ആൻറ്റിഹിസ്റ്റമിൻസ്, ഡൈഫെൻഹൈഡ്രമിനോ ക്ലോർഫെനിറമിനോ അങ്ങനെയൊക്കെയുള്ള ആൻറ്റിഹിസ്റ്റമിൻസിനും എന്തുണ്ട്, ആൻറ്റികോളിനർജിക് സൈഡ് എഫക്റ്റ് ഉണ്ട്, ആൻറ്റിഹിസ്റ്റമിൻ. സോ ഇങ്ങനെയൊക്കെയുള്ള എല്ലാ ആൻറ്റികോളിനർജിക് സൈഡ് എഫക്റ്റിനും നമുക്ക് പോയിസണിങ് വന്നാൽ ഫൈസോസ്റ്റിഗ്മിൻ വി ക്യാൻ ഗിവ് ആസ് എ drug. So these are the uses of physostigmine or esarin. So it can be used in glaucoma and it can be used in poisoning. So that's about physostigmine. That's the first tertiary compound, ammonium compound. ഇനി നമുക്ക് കാണാനുള്ള tertiary amine. So we are talking about reversible inhibitors of and cholinesterases. So അതിനകത്ത് tertiary amines-ന്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. Physostigmine കണ്ടു. So ഇനി നമുക്ക് കാണാനുള്ള മരുന്നുകൾ, one is donepezil, second is galantamine, third one is rivastigmine, and the final one is tac. So these all are tertiary amines. Okay, they are reversible inhibitors of cholinesterases, or these are anticholinesterases, but these are cerebroselective എന്ന് വെച്ചാൽ they can inhibit more the cholinesterases in the central nervous system. Okay, so what these drugs are used for? These drugs are used for famous disease called as Alzheimer's disease ന് വേണ്ടി ഉപയോഗിക്കുന്ന മരുന്നുകളാണ്. So what is Alzheimer's disease? So it's a neurodegenerative disease. That means ബ്രെയിനിന്റെ ചില ഭാഗങ്ങൾ നശിച്ചു പോവുകയാണ്. ഏത് ഭാഗങ്ങളാണ് നശിച്ചു പോകുന്നത്? സാധാരണ സംഭവിക്കുന്നത് ബ്രെയിനിന്റെ ഹിപ്പോകാമ്പൽ റീജിയൻ, ദിസ് ഏരിയ ഈസ് ഹിപ്പോകാമ്പസ്, ആൻഡ് ദെൻ മീഡിയൽ ടെമ്പറൽ ലോബ്. സോ ദിസ് ദ ടെമ്പറൽ ലോബ്, മീഡിയൽ ടെമ്പറൽ ലോബ് റീജിയനിൽ അവിടെ പ്രധാനമായിട്ടുമുള്ള ന്യൂറോ ട്രാൻസ്മിറ്റർ റിലീസ് ചെയ്യുന്ന ന്യൂറോൺ. So these are cholinergic neurons. That means they are releasing acetylcholine as the neurotransmitter. Because of some reason or as age advances, progresses, avade ulla nerve endings they releases only very little amount of acetylcholine. Acetylcholine inde avade ulla release valare adhiyam korayunnu. So what we can do is that ee veezhunna acetylcholine, ee release cheyna acetylcholine namukku രക്ഷിച്ചെടുക്കാൻ പറ്റി കഴിഞ്ഞാൽ we can increase the level of acetylcholine. So by inhibiting the degeneration of acetylcholine we can increase the level of acetylcholine. So these cerebroselective cholinesterase inhibitors or anticholinesterases are used for this treatment of Alzheimer's disease. So now but few words about these drugs. So the tacrin ആണ് ആദ്യത്തെ ഡ്രഗ്. The first drug tacrin ആയിരുന്നു. ഫസ്റ്റ് അൽഷീമേഴ്സ് ഡിസീസിനുള്ള ആദ്യത്തെ ഡ്രഗ് ടാക്രിൻ ആയിരുന്നു. പക്ഷേ ബിക്കോസ് ഓഫ് ഹെപ്പാറ്റോടോക്സിറ്റി ആണ് അതിൻ്റെ ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ്. സോ this was discontinued. Now it is not available in the market. Now the most preferred drug is donepezil. Donepezil is longest acting drug ആണ്, and it needs to take only daily once. ദിവസം ഒരു നേരം ഓടി കഴിച്ചാൽ മതി. Then galantamine is a natural product. Okay, natural product ആണ്, പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഒരു പ്ലാൻ പ്രൊഡക്റ്റ് ആണ് this galantamine. Okay, then rivastigmine is a cerebroselective anticholinesterase. So rivastigmine ന്റെ പ്രത്യേകത, it is available as transdermal patches. ഒട്ടിച്ചു വെച്ചാൽ മതി ശരീരത്തിൽ, സ്കിന്നിൽ എവിടെയെങ്കിലും ഒട്ടിച്ചു വെച്ച് കഴിഞ്ഞാൽ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്, the rivastigmine. So these are the drugs which we are using for treating Alzheimer's disease. So these all are reversible anticholinesterases, and these are tertiary amines. So that's why it can pass the blood-brain barrier and reach the brain. And idonnum work idillenkil, because we are talking about Alzheimer's disease, what's the new drug? So we have a drug called as memantine. Okay, memantine ennu parayunna oru drug undu. So this is not related with acetylcholine, but it is related with glutamate. Okay, so glutamate release ചെയ്യുമ്പോഴത്തേക്കും ഗ്ലൂട്ടമേറ്റിന്റെ റിസപ്റ്റർ ആണ് NMDA റിസപ്റ്റർ antagonist ആണ് memantine എന്ന് പറയുന്ന drug. So because it is said that this Alzheimer's disease is because of high amount of glutamate, that is glutamate excitotoxicity കാരണമാണ്. So that's അങ്ങനെയാണെങ്കിൽ നമുക്ക് NMDA receptor antagonist വെച്ചിട്ട് memantine വെച്ചിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും. So this is the latest drug. So these drugs are also widely used for Alzheimer's disease. Now we'll see the drugs quaternary ammonium compound. So these also are anticholinesterases.
okay, or cholinesterase inhibitors drug ആണ്. But these are quaternary ammonium compounds. നേരത്തെ പഠിച്ചത് tertiary ammonium compounds ആയിരുന്നു. Okay, the most important drug is neostigmine. Neostigmine ആണ് most popular and most important drug in this group. Physostigmine is the longest acting drug. Okay, longest acting ആയിട്ടുള്ള quaternary ammonium compound ആണ്. This is the shortest acting drug. Ammonium എന്ന് പറയുന്ന drug, this is not nowadays used. പഴയൊരു drug ആണ്. So what was the problem? എന്തായിരുന്നു quaternary ammonium compoundsന്റെ പ്രശ്നം? So these are ionic ആണെന്ന് നമ്മൾ പറഞ്ഞു, അല്ലെങ്കിൽ charged ആണെന്ന് നമ്മൾ പറഞ്ഞു. Charged ആയതുകൊണ്ട് എന്താ പ്രശ്നം? These are water soluble ആണ്. Water soluble ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ these are less lipid soluble. ലെസ് ലിപ്പിഡ് സോലുബിൾ ആണ്. ലിപ്പിഡ് സോലുബിലിറ്റി കുറഞ്ഞു കഴിയുമ്പോഴത്തേക്കും they cannot cross the cell membrane. Cannot cross cell membrane. Cell membrane കടന്നില്ലെങ്കിൽ absorption കുറയും. Absorption കുറഞ്ഞാൽ ബയോ അവൈലബിലിറ്റി കുറയും. So this is the problem with quaternary ammonium compounds. Then another problem is they cannot cross the blood-brain barrier. So cannot be given for CNS. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലെ ആക്ഷൻ ഒന്നും ഇത് കൊടുക്കാൻ പറ്റില്ല. ദെൻ കോർണിയൽ പെനിട്രേഷനും കുറവാണെന്ന് നമ്മൾ പറഞ്ഞു. അതുകൊണ്ടാണ് ഫൈസോസ്റ്റിഗ്മിൻ കൊടുക്കുന്നത് നമ്മൾ പറഞ്ഞു. ഓക്കെ, നിയോസ്റ്റിഗ്മിന്റെ ഡോസ് നോക്കിക്കഴിഞ്ഞാൽ 0.5 milligram per ml ഇഞ്ചക്ഷൻ അവൈലബിൾ ആണ്. ബട്ട് എൻ്റെ ഓറൽ ഡോസ് നോക്കിക്കഴിഞ്ഞാൽ 15 milligram അല്ലെങ്കിൽ 30 milligram അങ്ങനെയൊക്കെ കൊടുക്കേണ്ടി വരും. സോ ദിസ് ഗ്രേറ്റ് ചേഞ്ച് ഇൻ ദ IV അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ ടു ഓറൽ ഡോസ് കാരണം ബിക്കോസ് ബയോ അവൈലബിലിറ്റി കുറഞ്ഞതുകൊണ്ട് തന്നെയാണ്. ദെൻ നിയോസ്റ്റിഗ്മിന് അപ്പാർട്ട് ഫ്രോം ദിസ് ആന്റികോളിനെസ്ട്രേസ് ആക്ഷൻ ഉണ്ട്. പ്ലസ് അഡീഷണലി ഇറ്റ് ഹാസ് ഗോട്ട് സം അഗോണിസ്റ്റിക് ആക്ഷൻ ഓൺ ന്യൂറോ മസ്കുലാർ ജംഗ്ഷൻ ഓർ ന്യൂറോ മസ്കുലാർ എന്താ പറയുക നിക്കോട്ടിനിക് മസ്കുലാർ റിസപ്റ്റേഴ്സ്, നോട്ട് ന്യൂറോ മസ്കുലാർ, നിക്കോട്ടിനിക് മസ്കുലാർ റിസപ്റ്റേഴ്സ്. NM ജംഗ്ഷനിൽ കുറച്ച് അഗോണിസ്റ്റിക് ആക്ഷൻ കൂടിയുണ്ട് നിയോസ്റ്റിഗ്മിന്. ഓക്കെ, നൗ നിയോസ്റ്റിഗ്മിൻ എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ ഏറ്റവും വൈഡായിട്ട് ഉപയോഗിക്കുന്നത് മയസ്തീനിയ രോഗത്തിനാണ്, മയസ്തീനിയ ഗ്രാവിസിനാണ്. പക്ഷേ അത് നമുക്ക് അവസാനം പറയാം. അതിനു മുമ്പ് നമുക്ക് കുറച്ച് ഉപയോഗം പറഞ്ഞിട്ട് മയസ്തീനിയയിലേക്ക് പോകാം. ബിക്കോസ് മയസ്തീനിയയിലേക്ക് പോകുമ്പോൾ നമുക്ക് മയസ്തീനിയയിൽ ഉപയോഗിക്കുന്ന മരുന്നുകളെല്ലാം നമുക്കൊന്ന് പറയേണ്ടി വരും. അതുകൊണ്ടാണ്. ഓക്കെ, ഒന്ന് നമ്മൾ സർജറിക്ക് മുമ്പ് സ്കെലിറ്റൽ മസിൽ റിലാക്സൻ്റ് കൊടുക്കും അല്ലെ. സ്കെലിറ്റൽ മസിൽ റിലാക്സൻ്റ് കൊടുത്തിട്ടാണ് സർജറി ചെയ്യുക. സോ മസിൽസ് ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ സർജറി കഴിയുമ്പോഴത്തേക്കും അത് നമുക്ക് തിരിച്ചു വരണം. അപ്പോൾ തിരിച്ചു വരുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ സ്പീഡ് കുറവാണെങ്കിൽ നമുക്ക് നിയോസ്റ്റിഗ്മിൻ ക്യാൻ ബി ഗിവൺ ടു റിവേഴ്സ് ദ സ്കെലിറ്റൽ മസിൽ റിലാക്സൻ്റ് ഓഫ് ദിസ് ആക്ഷൻ. സോ വൺ എക്സാമ്പിൾ ഈസ് DTC പോലെയുള്ള ഡ്രഗ് കൊടുക്കുമ്പോഴാണ് മസിൽ റിലാക്സേഷൻ ഉണ്ടാവുക. കുരാരി ലൈക്ക് ഡ്രഗ്. ദെൻ പിന്നെ ഇത് ഒരു ഉപയോഗമാണ്. 2 പോസ്റ്റ് ഓപ്പറേറ്റീവ് പാരാലിറ്റിക് ഇലിയസിനൊക്കെ വേണമെങ്കിൽ കൊടുക്കാം. ഓപ്പറേറ്റീവ് പാരാലിറ്റിക് ഇലിയസ് സർജറി കഴിയുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ പോസ്റ്റ് ഓപ്പറേറ്റീവ് യൂറിനറി മസിൽസ് അല്ലേ. നമ്മൾ ബെത്താനക്കോൾ പഠിച്ചപ്പോൾ അതിൻ്റെ യൂസായിട്ട് നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, അത്തരം ഉപയോഗങ്ങൾ വേണമെങ്കിൽ ഉപയോഗിക്കാം, പക്ഷേ അത്ര അധികം ഉപയോഗം ഇല്ല എന്നാണ് തോന്നുന്നത്. ദെൻ പിന്നെ ഉള്ളൊരു ഉപയോഗം ഇൻ കോബ്ര പോയിസണിങ്. ഓക്കെ, കോബ്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂർഖൻ്റെ കടിയേറ്റ് കഴിഞ്ഞാൽ പോയിസണിങ്ങിൽ നമുക്ക് ഈ ഡ്രഗ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ ഡ്രഗ് ഓഫ് ചോയ്സ്. ആദ്യം തന്നെ ഇതല്ല കൊടുക്കേണ്ടത്, നമുക്ക് കൊടുക്കേണ്ടത് ആൻറ്റിവെനം തന്നെയാണ് കൊടുക്കേണ്ടത്. മൂർഖൻ്റെ വിഷത്തിനെതിരായിട്ട് ആൻറ്റിവെനം കൊടുക്കണം. ബട്ട് ആൻറ്റിവെനം ഈ പോയിസൺ ദിസ് മൂർഖൻ്റെ വിഷം ഇറ്റ് ക്യാൻ ബ്ലോക്ക് ദ നിക്കോട്ടിനിക് മസ്കുലാർ റിസപ്റ്ററിൽ. ഓക്കെ, അല്ലെങ്കിൽ ന്യൂറോ മസ്കുലാർ ജംഗ്ഷനിൽ ഇത് ബ്ലോക്ക് ചെയ്യാൻ പറ്റും സ്കെലിറ്റൽ മസിലിനകത്ത്. ഓക്കെ, സോ അത് നമുക്ക് കൂടുതലായിട്ട് അവിടെ അസിറ്റൈൽ കൊളീൻ നമുക്ക് എത്തിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ റിവേഴ്സ് ദ ആക്ഷൻ. സോ ആദ്യം നമ്മളിത് കൊടുക്കല്ല, സ്കെലിറ്റൽ മസിൽ പാരാലിസിസിൻ്റെ ലക്ഷണങ്ങളുള്ള പേഷ്യൻ്റ്. ഇത് പേഷ്യൻ്റ് ഷോസ് സ്കെലിറ്റൽ മസിൽ പാരാലിസിസ് ഓർ പ്രോബ്ലം അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം. ഇപ്പോൾ സ്കെലിറ്റൽ മസിലാണ്, ഡയഫ്രം ഇസ് എ സ്കെലിറ്റൽ മസിൽ അല്ല. ഡയഫ്രം സ്കെലിറ്റൽ മസിൽ കൃത്യമായിട്ട് വർക്ക് ചെയ്തില്ലെങ്കിൽ ആ ശ്വാസം മുട്ടി റെസ്പിറേറ്ററി ഫെയിലിയർ ആയിട്ട് ആൾ മരിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. സോ മസിൽ പാരാലിസിസ് സമയത്ത് നമുക്കിത് കൊടുക്കാം. ആൻറ്റിവെനമാണ് ഫസ്റ്റ് ലൈൻ ഡ്രഗ്. ഇത് കൊടുക്കാൻ പറ്റും. നിയോസ്റ്റിഗ്മിൻ ഈസ് വൺ ഡ്രഗ്. പിന്നെ ഒരു നാലാമത്തെ ഒരു കണ്ടീഷൻ, ദാറ്റ് ഈസ് ഞാൻ പേര് എഴുതിയിട്ട് ഓസിൽവിയേഴ്സ് സിൻഡ്രോം എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ നമ്മൾ ടോക്സിക് മെഗാകോളൺ പഠിച്ചു, അതേപോലെയുള്ള ഒരു കോളോണിനെ ബാധിക്കുന്ന ഒരു അസുഖമാണ്. അവിടെ നമുക്ക് ഇത് ഉപയോഗിക്കാം. ഓക്കെ, ആൻഡ് ഫൈനൽ യൂസ് ഈസ് ഇൻ മയസ്തീനിയ ഗ്രാവിസ്. ഓക്കെ,
നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. സോ നൗ വിൽ ടോക്ക് അബൌട്ട് മയസ്തീനിയ ട്രീറ്റ്മെന്റ്. മയസ്തീനിയ ഗ്രേവിസ്. മയസ്തീനിയ ഗ്രേവിസ് എന്ന് പറഞ്ഞാൽ മയോ മീൻസ് മസിൽ എന്നാണ് അർത്ഥം. എസ്തീനിയ മീൻസ് വീക്ക്നെസ്, മസിൽ വീക്ക്നെസ്, പേശി ബലക്ഷയം എന്ന് പറയാം. സോ ദിസ് ആൻ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ. ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആണത്. ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ എഗെയിൻസ്റ്റ് ഹും? എഗെയിൻസ്റ്റ് ദ നിക്കോട്ടിനിക് മസ്കുലാർ റിസപ്റ്റേഴ്സ്. സോ നിക്കോട്ടിനിക് മസ്കുലാർ റിസപ്റ്റേഴ്സ് എവിടെയാണ്? ഇൻ ദ ന്യൂറോ മസ്കുലാർ ജംഗ്ഷനിലുള്ള നിക്കോട്ടിനിക് മസ്കുലാർ റിസപ്റ്റേഴ്സിനെതിരെയുള്ള ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആണ് ദിസ് മയസ്തീനിയ ഗ്രേവിസ് എന്ന് പറയുന്നത്. സോ ആദ്യം ഇത് ഐലിഡിനെ ആയിരിക്കും ബാധിക്കുക. ഐലിഡ്, ദെൻ എക്സ്റ്റേണൽ ഓക്കുലാർ മസിൽസ്, ദെൻ പിന്നീട് ഫേഷ്യൽ മസിൽസ്, ദെൻ ഫാരിഞ്ചൽ മസിൽസ്, വിഴുങ്ങാനൊക്കെ ഉള്ള പ്രയാസം, അങ്ങനെയൊക്കെ ലെവലിലേക്ക് എത്താം. ഓക്കെ, ഈ അസുഖം. പക്ഷെ പിന്നീട് അത് പ്രോഗ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കൈകാലുകളിലേക്ക് ഏറ്റവും അവസാനം ഡയഫ്രം. ഓക്കെ, ഡയഫ്രം ഈസ് റെസ്പിറേറ്ററി മസിലാണ്. റെസ്പിറേറ്ററി മസിലും പാരാലിസിസ് ആകുമ്പോഴത്തേക്കും ആള് മരിക്കാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ സാധാരണ രീതിയിൽ ഇറ്റ് വിൽ ടേക്ക് ടൈം. ഓക്കെ, സോ വാട്ട്സ് ദ ട്രീറ്റ്മെന്റ്? സോ ട്രീറ്റ്മെന്റ് നമ്മൾ സാധാരണ നമുക്ക് ചെയ്യാവുന്നത് റിലീവ് ദ സിംറ്റംസ് അല്ലേ. നമുക്ക് സിംറ്റോമാറ്റിക് ട്രീറ്റ്മെന്റ് ആണ്. സിംറ്റോമാറ്റിക് ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ അസുഖങ്ങളുടെ കാഠിന്യം ഒന്ന് കുറച്ച് നിർത്തുക. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നിയോസ്റ്റിഗ്മിൻ പോലെയുള്ള മരുന്നുകൾ കൊടുക്കുന്നത്. നിയോസ്റ്റിക്, നമുക്ക് പൈരിഡോസ്റ്റിഗ്മിൻ ആണ് മോസ്റ്റ് പ്രിഫേർഡ് ഡ്രഗ്. കാരണം മറ്റ് ഗുണങ്ങൾ കൊണ്ടൊന്നും ഉണ്ടായിട്ടല്ല. നിയോസ്റ്റിഗ്മിൻ 4 നേരം വരെയൊക്കെ കൊടുക്കേണ്ടി വരും. ഇതാകുമ്പോഴത്തേക്കും 1 നേരം അല്ലെങ്കിൽ 2 നേരം വരെ കൊടുത്താൽ മതി പരമാവധി. സോ ദാറ്റ്സ് വൈ പൈരിഡോസ്റ്റിഗ്മിൻ ഈസ് ദ മോസ്റ്റ് പ്രിഫേർഡ് ഡ്രഗ്. സോ നമ്മൾ എന്താ ചെയ്യുക അവിടെ? ഇത് കോളിനെസ്റ്ററേസിനെ ഇൻഹിബിറ്റ് ചെയ്യുമ്പോൾ ന്യൂറോ മസ്കുലാർ ജംഗ്ഷനിൽ അസറ്റൈൽ കോളിൻ്റെ ലെവൽ കൂടും. അസറ്റൈൽ കോളിൻ ന്യൂറോ മസ്കുലാർ ജംഗ്ഷനിൽ ഉണ്ടെങ്കിൽ നിക്കോട്ടിനിക് മസ്കുലാർ റിസപ്റ്റേഴ്സിൽ കൂടുതലായിട്ട് ആക്ട് ചെയ്യുമ്പോൾ നമുക്ക് യു വിൽ ബി റിലീവ്ഡ് ഓഫ് ദ സിംറ്റംസ്. ദെൻ ഈ മരുന്ന് കൊടുക്കുമ്പോൾ നിയോസ്റ്റിഗ്മിൻ ഒക്കെ കൊടുത്ത് കുറേ നാൾ കഴിയുമ്പോഴത്തേക്കും എങ്കിലും, ബിക്കോസ് നിയോസ്റ്റിഗ്മിൻ ആൻഡ് പിരിഡോസ്റ്റിഗ്മിൻ ഹാസ് മസ്കാരിനിക് ആക്ഷൻസ് ഉണ്ട്. നമുക്കറിയാം അത് മസ്കാരിനിക് ആക്ഷൻ. ബിക്കോസ് നമ്മൾ അസറ്റൈൽ കോളിൻ്റെ ലെവലാണ് കൂട്ടുന്നത്. അസറ്റൈൽ കോളിൻ കൂടുമ്പോഴത്തേക്കും ഇറ്റ് ക്യാൻ പ്രൊഡ്യൂസ് മസ്കാരിനിക് ആക്ഷൻ കൂടുതലാണെങ്കിൽ നമുക്ക് അട്രോപ്പിൻ പോലെയുള്ള ഡ്രഗുകൾ കൊടുത്ത് ആന്റികോളിനർജിക് ഡ്രഗ് ആയിട്ടുള്ള അട്രോപ്പിൻ കൂടെ നിയോസ്റ്റിഗ്മിൻ്റെയോ പൈരിഡോസ്റ്റിഗ്മിൻ്റെയോ ഒക്കെ കൂടെ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കെങ്കിലും കൊടുക്കേണ്ടി വരും. ദെൻ എഡ്രോഫോണിയം എന്ന് പറഞ്ഞ ഡ്രഗ് ഉണ്ട്. എഡ്രോഫോണിയം ഓൾറെഡി നമ്മൾ പറഞ്ഞാണ്. എഡ്രോഫോണിയം എന്താ പറയുക, ഷോർട്ട് ആക്ടിങ് ആണെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇതിനെ ട്രീറ്റ് ചെയ്യാറില്ല. പക്ഷേ ഇറ്റ് ക്യാൻ ബി ഗിവൺ ഫോർ മയസ്തീനിയ ട്രീറ്റ്മെൻറ്റ്. ഓക്കെ, മയസ്തീനിയ ഡയഗ്നോസിസ്. സോ ഡയഗ്നോസിസിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കാറുണ്ട്. സോ ടെൻസിലോർ ടെസ്റ്റ് എന്നാണ് അതിന് പറയുക. ഇതിൻ്റെ ഒരു ട്രേഡ് നെയിമാണ് ടെൻസിലോർ ടെസ്റ്റ്. എഡ്രോഫോണിയം കൊടുക്കുന്നു. സ്കെൽറ്റൽ ഡിസീസിൽ സ്ലൈറ്റ് ഇംപ്രൂവ്മെൻ്റ് ഉണ്ടെങ്കിൽ കുറച്ച് നേരത്തേക്ക് മാത്രമാണെങ്കിൽ ഓക്കെ നമുക്ക് മയസ്തീനിയ ആണെന്ന് കണ്ടെത്താം. സോ ദിസ് ആൻ അമിലോറേറ്റീവ് ടെസ്റ്റ് ആണിത്. സോ എന്താ പറയുക, ഡിസീസിൽ ചെറിയ പ്രോഗ്രസ് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. ദെൻ വാട്ട്സ് ദ ഡെഫിനിറ്റീവ് ട്രീറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ ബിക്കോസ് ഇറ്റ്സ് ആൻ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ. സോ നമുക്ക് ഇമ്മ്യൂണോ സപ്രസൻസ് കൊടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഫൈനൽ. കുറേ നാൾ നമുക്ക് ദീർഘനാളത്തേക്ക് ട്രീറ്റ് ചെയ്യണമെങ്കിൽ വി ഹാവ് ടു ഗിവ് ഇമ്മ്യൂണോ സപ്രസൻസ്. കോർട്ടിക്കോസ്റ്റിറോയിഡ്സ് ആണ് നമ്മൾ സാധാരണ സ്റ്റാർട്ട് ചെയ്യുന്നത്. കോർട്ടിക്കോസ്റ്റിറോയിഡ്സ് മീതേൽ പ്രെഡ്നിസോളോണോ അല്ലെങ്കിൽ വെറുതെ പ്രെഡ്നിസോളോണോ അങ്ങനെയുള്ള മരുന്നുകളായിരിക്കും സാധാരണ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. ദെൻ വി ക്യാൻ ആഡ് ഇമ്മ്യൂണോ സപ്രസൻറ്റ് ഡ്രഗുകൾ നമുക്ക് ആഡ് ചെയ്യാം. ഉദാഹരണം അസാത്തയോപ്രിൻ ഉണ്ട്. ഓക്കെ, അസാത്തയോപ്രിൻ ഉണ്ട്. പിന്നെ നമുക്ക് ഇമ്മ്യൂണോ സപ്രസൻസ് ആയിട്ടുള്ള സൈക്ലോസ്പോർ ഉണ്ട്, ടാക്രോലിമസ്, ഓക്കെ, മൈക്കോഫിനലൈറ്റ്. സോ അങ്ങനെയൊക്കെയുള്ള ഇമ്മ്യൂണോ സപ്രസൻസ് ക്യാൻ ഓൾസോ ബി ആഡഡ്. ബട്ട് വി യൂഷ്വലി പ്രിഫർ അസാത്തയോപ്രിൻ ആണ്. ബിക്കോസ് അസാത്തയോപ്രിൻ ആണെങ്കിൽ കോർട്ടിക്കോസ്റ്റീറോയിഡ് സ്പെയറിംഗ് എഫക്റ്റ് കൂടിയുണ്ട്. സോ അതുകൊണ്ട് അങ്ങനെയും ചില ഗുണങ്ങൾ കിട്ടും. ദെൻ പിന്നീട് നമുക്ക് ചെയ്യാവുന്നത് സർജറിയാണ്. സർജറി മീൻസ് സർജറി ഓഫ് വാട്ട്? സർജറി ഓഫ് തൈമസ് ഗ്ലാൻഡ്. തൈമക്ടമി നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ ഈ പ്രശ്നം നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ബിക്കോസ് തൈമസ് ഗ്ലാൻഡിലാണല്ലോ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി മയസ്തീനിയ മൂലം ഒരു എമർജൻസി സിറ്റുവേഷൻ ഉണ്ടാവുകയാണെങ്കിൽ അതിന് നമ്മൾ മയസ്തീനിയ ക്രൈസിസ് എന്നാണ് പറയുക. മയസ്തീനിയ ക്രൈസിസിൽ ഈ മരുന്നൊന്നുമല്ല കൊടുക്കുക. നമുക്ക് കൊടുക്കേണ്ടത് IV ഇമ്മ്യൂണോഗ്ലോബുലിൻസ് ആണ് കൊടുക്കുന്നത്. നമ്മൾ കൊടുക്കുക. സോ ദിസ് ക്യാൻ ന്യൂട്രലൈസ് ദ ആൻറ്റിബോഡി. സോ ദാറ്റ്സ് ദ ഫസ്റ്റ് ലൈൻ ഡ്രഗ്. ഇനി അടുത്തൊരു സൊല്യൂഷൻ നമ്മുടെ കയ്യിലുള്ളത് ഈ ആൻറ്റിബോഡീസിനെയൊക്കെ നമുക്ക് ഫിൽട്ടർ ചെയ്ത് മാറ്റുന്ന പരിപാടിക്ക് നമുക്ക് പ്ലാസ്മ ഫെറസിസ് എന്നാണ് പറയുക. ബ്ലഡ് നമ്മളൊരു ഇൻസ്ട്രുമെൻറ്റിൽ കൊണ്ടുപോയിട്ട് അത് ബ്ലഡ് വിൽ ബി പ്യൂരിഫൈഡ് ഫ്രീ ഓഫ് ദീസ് ആൻറ്റിബോഡീസ് ആൻഡ് വിൽ ബി റെസ്ക്യൂഡ്.
So these are the treatment modalities for this Myasthenia gravis. നമ്മളെ സംബന്ധിച്ച് ഇവിടെ നമ്മൾ പഠിക്കുന്നത് സിംറ്റമാറ്റിക് ട്രീറ്റ്മെന്റിൽ നിയോസ്റ്റിഗ്മിനും പെരിഡോസ്റ്റിഗ്മിനും കൊടുക്കാം. എഡ്രോഫോണിയ നമുക്ക് ഡയഗ്നോസിസിന് ടെസ്റ്റ് ആയിട്ട് കൊടുക്കാം. സോ ഇൻ റിലേഷൻ ടു കോളിനർജിക് drugs. That's about reversible anticholinesterases. So നമ്മൾ അതിനകത്ത് ടെർഷറി കോമ്പൗണ്ട്സ് കണ്ടു, ക്വാട്ടർണറി കോമ്പൗണ്ട്സ് കണ്ടു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് റിവേഴ്സിബിൾ ആന്റികോളിനെസ്റ്ററേസ് ആണ്, ഓർഗാനോഫോസ്ഫറസ് കോമ്പൗണ്ട്സ് ആൻഡ് സം കാർബമൈഡ്.